अरे दादाजी ये तेरे गर्लफ्रेंड है क्या? അയ്യോ വണ്ടി അപ്പുറത്താണല്ലോ. എത്ര? 600, 1500. എന്ന് വെച്ചാ ഒരു പ്രാവശ്യത്തേക്കാണെങ്കിൽ 600, ഒരു രാത്രിയാണ് 1500. ഓ അത് കൂടുതലാ. 300. 600 രൂപയെ കുറഞ്ഞൊരു പരിപാടിയില്ല. വേണ്ടെങ്കിൽ നിങ്ങൾ പോ. പോവാൻ പറഞ്ഞു ഓടി പോയില്ലേ? നിനക്ക് 300 പോരേടി. താൻ എന്തോടോ പറഞ്ഞത്? എന്റെ മറ്റോളെ പോയി വിളിയടാ. പോ പോ പോ. മൊത്തം 4000 ഉണ്ട്. എന്ത് പറ്റി പെട്ടെന്ന് പൈസയ്ക്കൊരു അത്യാവശ്യം? അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്യാവശ്യം വന്നു പോയി രാധാകൃഷ്ണ. ആഹാ ഇന്നാരും വന്നില്ലേ? അതെ, ഒരു 500 രൂപ തരാം. തട്ടി വീഴാതെ സൂക്ഷിച്ചു വാ. ആ ഇങ്ങോട്ട് പോരെ. കേറി വാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതിലേ വാ. ഇങ്ങോട്ടാ? ആ ഓ ഇനിയും കേറിയിട്ട് വേണോ? ആ കേറി വാ. ദാ വിട്, ഞാൻ അയച്ചു തരാം. എന്തൊരു ചൂട്. ആ ഫാനൊന്നും ഇടുപിന്നെ. അത് പഴയതാ, കറങ്ങത്തില്ല. എടോ തനിക്ക് ഇത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു. വെറുതെ അത് പൊട്ടിക്കേണ്ടി വന്നു. നാശം പിടിക്കാൻ ഓരോന്ന് ഇറങ്ങിക്കോളൂ. ഇതിലും ഭേദം ആ കറങ്ങാത്ത ഫാനായിരുന്നു. നാശം. ബിസിനസ് എല്ലാം മോശമാണ്. നീ കള്ളി എന്റെ കാശിക്ക് താടി. തനിക്ക് എന്തോടെ വേണ്ടേ? ഇവിടെ എന്റെ കാശ് മുഴുവൻ അടിച്ചു മാറ്റി. 4000 രൂപയും കൊണ്ട് വന്നിട്ടേ താൻ എനിക്ക് 500 രൂപ അല്ലോടെ തന്നത്. എച്ചി എങ്ങും കണ്ടുപോരുത്. നോക്ക് കണ്ടില്ലേ? നിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചോളാം. അവിടെ താൻ പെണ്ണിനെ പറ്റി എന്താടോ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? കയ്യിൽ കാശും വെച്ചോണ്ട് നക്കപ്പിച്ച് തരാൻ തനിക്ക് നാണം ഇല്ലേടോ? താൻ എന്താ ചന്തയിൽ മീൻ വാങ്ങാൻ വന്നതാ? നാണം ഇല്ലാത്തവൻ.
ഞാനേ നളിനിയുടെ അവൻ കുട്ടനെ ഇന്ന് കണ്ടായിരുന്നേ. അവനിപ്പം ഹെൽത്തിലാണ്. അവൻ പറയുക ജനലാശുപത്രി പോയാൽ കണ്ണിൻ്റെ ഓപ്പറേഷൻ നടത്താൻ പറ്റുമെന്ന്. അവന്റെ സെറ്റപ്പ് ആയതുകൊണ്ട് എളുപ്പം നടക്കുമായിരിക്കും അല്ലേ? പോകുമ്പോൾ റാമിനെ കൊടുന്ന് കൂട്ടിക്കോ. ഓ, അവന് നാളെ തിരക്കുണ്ടാവില്ലേ? ചേട്ടൊന്ന് പറഞ്ഞു നോക്ക്. ഇന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞോണ്ടല്ലേ ഇത്രയും നാളെ പുറകെ നടന്ന അപ്പോയിൻമെന്റ് വെച്ചിട്ട്. ഡോക്ടർ ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഡോക്ടറിനെ ചെയ്തു കൊടുക്കണം കേട്ടോ. ശരി, കാണാം. നാളെ വരും കേട്ടോ. ആ ഡോക്ടർ. ശരി ഡോക്ടർ. പിന്നെ നാളെ കാലത്തെ വന്ന് ഇവിടെ ഒരു പുതിയ OP ടിക്കറ്റ് എടുക്കണം. ആ ചേട്ടനൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചേട്ടൻ നാളെ എത്തിയിരിക്കും പക്ക. ചേട്ടൻ പറഞ്ഞേക്ക്. ഓക്കെ ഓക്കെ, പ്രോമിസ്. നമുക്ക് എന്തായാലും നോക്കാം. യെസ്. റാമേ, താങ്ക് യു. സുഖാണോടാ? ഓ, സുഖമായിട്ട് തോന്നുന്നു. എന്താ ചേട്ടാ? എടാ ഇതേ ഇവര് ഇവിടെ ചെയ്യും, ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പുതിയൊരു OP ടിക്കറ്റ് എടുത്തിട്ട് ഫിറ്റ്നസ് ഒന്ന് കാണിക്കണം. എന്നാൽ മാത്രമേ നാളെ ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ നടക്കത്തുള്ളൂ. നാളെ തന്നെ എന്താടാ, നാളെ നിനക്ക് തിരക്കുണ്ടോ? ഒരു പ്രൊഡ്യൂസർ കഥ പറയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാളെ എന്നാ സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. എപ്പോഴാ കഥ കഴിയാന്ന് പോലും പറയാൻ പറ്റിയല്ല. കഥ കഴിക്കണൂന്നും കേൾക്കണ്ടായിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചാൽ കഥ കഴിക്കാന്ന കേൾക്കണ്ടായിട്ടുള്ളത്. അത്രത്തോളം മാറ്റിത്തുള്ള രാജ്യം മാത്രല്ല. വന്നു പോയി അതാണ് പോയി. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ചേട്ടാ അതെ, നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ മൂവിയിൽ ചാക്യാർകൂത്ത് എന്നുള്ളൊരു ആർട്ട് ഫോം ഉപയോഗിക്കാൻ പറ്റിയാലേ പിന്നെ ആകെ മൊത്തം നമ്മുടെ ഒരു സോഷ്യൽ റെലവൻസ് ഉള്ളൊരു സബ്ജക്റ്റും കൂടെ ആണല്ലോ നമ്മുടെ ഈ സ്റ്റോറി. പിന്നെ ഒരു വിദൂഷകന് പണ്ടുകാലം തൊട്ടേ സമൂഹത്തിൽ ആരും വേണമെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സിനിമയ്ക്ക് ആപ്റ്റായിട്ടുള്ളൊരു സംഭവമായിരിക്കും അത്. ഇപ്പം എൻ്റെ ഡൗട്ട് നമ്മുടെ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെടുമോ അതോ? എടാ, അയാൾ നല്ല കലാമൂല്യമുള്ള ആളാണ്, അയാൾക്ക് ഇഷ്ടപ്പെടും. നീ ധൈര്യമായിട്ടിരി. കണ്ട് ഇപ്പൊ സ്വപ്നത്തിലും ഇപ്പൊ ഇതാ കാണുന്നത്. എന്തൊരവസ്ഥ. അപ്പോൾ സാർ നമ്മുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു. നമ്മുടെ നായകന് പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് പുള്ളിയുടെ കൊച്ചിന് അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ കൊച്ചിനെ ഇങ്ങനത്തെ ഒരു അസുഖമാണെന്ന് അറിയുന്ന ഉടനെ തന്നെ പുള്ളിക്കാരൻ അറിയുന്ന ഡോക്ടേഴ്സിനെയും ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കും. പുള്ളിക്കാരൻ റീസേർച്ച് ചെയ്യും ഇതിൻ്റെ ഒരു എക്സ്ട്രീം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ പുള്ളിക്കാരൻ്റെ കയ്യിൽ പൈസ ഇല്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഒരു മാർഗവുമില്ല. പുള്ളിയുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളുടെ അടുത്തും ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളുടെ അടുത്തും പുള്ളി ഒരു വഴി തേടി ചെല്ലുകയാണ്. ഈ OP 17 അങ്ങോട്ട് പോയിട്ട് വലത്തോട്ട്. അവിടെ പലരും പുള്ളിക്ക് പല വഴികൾ പറഞ്ഞു. പക്ഷേ അയാൾ എത്തിപ്പെട്ട എല്ലായിടത്തും തിരക്കും തിക്കും തള്ളും ആകെ മൊത്തം ബഹളമായിരുന്നു. അങ്ങനെ പുള്ളി അവസാനം ബാങ്കിൽ പോയി ചോദിക്കുകയാണ്. ബാങ്കിൽ പോയി ചോദിക്കുമ്പോഴും അവർ തയ്യാറാവുന്നില്ല. പക്ഷെ പുള്ളി ഗിവ് അപ്പ് ചെയ്യുന്നില്ല സാറേ. ഒരു അച്ഛനാണല്ലോ, പുള്ളി ഇങ്ങനെ കഷ്ടപ്പെട്ട് തിക്കും തള്ളൊക്കെ സഹിച്ച് അവസാനം ഒരിടത്ത് എത്തിപ്പെടുകയാണ്. 62 നോക്കട്ടെ. സാറിന്റെ അടുത്തിരുന്നോ. സാറേ ഇരിക്കേ. ഐ ഓപ്പറേഷൻ്റെ ഫിറ്റ്നസിന് വേണ്ടിയാണോ? പിന്നെ ഈ ടെസ്റ്റൊക്കെ ചെയ്യണേ. വൈകിട്ട് റിസൾട്ട് ഇവിടെ കൊണ്ട് കാണിച്ചാൽ എടുത്തിട്ട് ഇവിടെ വന്നാൽ മതി. അവസാനം പൈസ ശരിയായെങ്കിലും പുള്ളിക്ക് ആരോട് എന്ത് ചോദിക്കണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഏത് വഴിയിലൂടെ പോകണമെന്ന് ചിന്തിച്ച് നിൽക്കവേ നമ്മുടെ നായകൻ ഒരു ഉൾവിളി വരികയാണ് സാർ. ആ ഒരു പോയിന്റിൽ വെച്ച് അയാളൊരു വളരെ എക്സ്ട്രീം ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുകയാണ്. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ച് നോക്കിയിട്ട് ഒരു കാലെടുത്ത് വയ്ക്കുകയാണ്. ആ ഡോർ അടയ്ക്കുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ കട്ട് ബ്ലാക്ക്. ഇത്